SYSൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് സാന്ത്വനത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രയാസപ്പെടുന്ന ആളുകളുടെയും ആവശ്യങ്ങൾ സാന്ത്വനത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. SYSൻ്റെ നേതൃത്വത്തിലായി യൂണിറ്റുകളിലും അതുപോലെ സോൺ കേന്ദ്രീകരിച്ചും മെഡിക്കൽ കോളേജിൻ്റെ സമീപങ്ങളിലുമായി ധാരാളം സാന്ത്വന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ രോഗികൾക്കാവശ്യമായ പരിചരണവും മയ്യത്ത് പരിപാലനവും രോഗികൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതൊക്കെയും നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാന്ത്വന പ്രവർത്തകരുടെ വളണ്ടിയേഴ്സിൻ്റെ മുന്നിലേക്ക് വരുന്ന മയ്യത്തുകൾ സാധാ മരണങ്ങൾ മാത്രമല്ല. ഇപ്പോൾ പെരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന സാന്ത്വന കേന്ദ്രമായാലും അതുപോലെ കോഴിക്കോടും മഞ്ചേരിയിലും തിരുവനന്തപുരത്തും ഇങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ സമീപത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കേന്ദ്രങ്ങളിലേക്ക് പല തരത്തിലുള്ള കേസുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയുള്ള കാര്യമാണ്. പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് അനാഥ ബോഡികളുടെ കേസുകൾ നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. 10-15 ദിവസം മോർച്ചറിയിൽ കിടത്തി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം നടത്തി മെഡിക്കൽ കോളേജിന് പേപ്പർ കൈമാറി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ നമുക്ക് കരഗതമാക്കാൻ സാധിച്ചിട്ടില്ല, ലഭ്യമായിട്ടില്ല. ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പേപ്പർ കൈപ്പറ്റി സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സാന്ത്വന ടീമിനെ വിളിച്ച് അനാഥ ബോഡികൾ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ എത്രയോ അനാഥ ബോഡികൾ നാം ഏറ്റെടുത്തതിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി പേപ്പർ വർക്കുകളൊക്കെ ക്ലിയറാക്കിയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ സംവിധാനത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരനാഥ മയ്യത്ത് നമ്മൾ ഏറ്റെടുത്തു. ആ അനാഥ മയ്യത്ത് ഏറ്റെടുത്ത് മറവ് ചെയ്തപ്പോൾ അവരുടെ കുടുംബമാണെന്ന് പറഞ്ഞ് 3 ടീമാണ് നമ്മെ സമീപിച്ചത്. ഒരു ടീം പറഞ്ഞു അത് നമ്മുടെ ഫാദറാണ്. അവരോട് വരാൻ പറഞ്ഞു. മറവ് ചെയ്ത സ്ഥലം കാണിച്ചെന്നു കൊടുത്തു. ആ സ്ഥലം സന്ദർശിച്ചിട്ട് നിങ്ങൾക്ക് പോകാം എന്നവരോട് പറയേണ്ടായി. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു, നിങ്ങളുടെ ഫാദർ പോയിട്ട് എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു. ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? അങ്ങനെ അവർക്ക് കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ തിരിച്ചുപോയി. അതേ ആൾക്ക് വേണ്ടി തന്നെ രണ്ടാമത്തെ ഒരു ടീമും വിളിക്കുകയാണ്, നിങ്ങൾ മറവ് ചെയ്തത് നമ്മുടെ ഫാദറാണ്. അപ്പോൾ അവരോടും നമ്മൾ വരാൻ പറഞ്ഞു. മറവ് ചെയ്ത സ്ഥലം കാണിച്ചു കൊടുക്കുകയുണ്ടായി. മൂന്നാമത്തെ ഒരു ടീം വന്നു. അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ മറവ് ചെയ്ത് നമ്മുടെ ഭാപ്പയാണ്. എല്ലാ എൻക്വയറിയും നടത്തി. ആ സമയത്തൊന്നും ഈ ബന്ധുക്കളെന്ന് പറയുന്നവർ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ വന്നിട്ടില്ല. അതോടൊപ്പം ഇവരോട് അന്വേഷിച്ചപ്പോൾ 15 വർഷത്തിലേറെയായി അവരുടെ ഫാദർ അവരെ ഇട്ടേച്ചു പോയി അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട്. അവസാനം അവർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം. നിങ്ങളുടെ ഫാദറിനെ നമ്മൾ മറവ് ചെയ്തിട്ടില്ല, നമ്മൾ അനാഥ മയ്യക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെയും പേപ്പർ സാന്ത്വനത്തിലേക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് നമുക്കതിൽ യാതൊരു പരിഭവവും വിഷയത്തിലില്ല. അപ്പോൾ ഉടനെ അവർ നല്ല സ്വകാര്യമായി വന്ന് പറയുകയാണ്, നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാനൊന്നുമില്ല, ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ ബാപ്പൻ്റെ പേരിൽ ഫാദറിൻ്റെ പേരിൽ വാങ്ങിത്തന്നാൽ മതി. അപ്പോൾ അവരുടെ ദുരുദ്ദേശവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അപ്പോൾ അനാഥ ബോഡികളായാലും അതുപോലെ ചിലപ്പോൾ ജയിൽ കേസുകൾ കുറച്ചും കൂടെ പ്രൊസീജിയർ കൂടുതലുള്ള പോസ്റ്റ്മോർട്ടം ആയിരിക്കും. ജയിലിൽ നിന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുക. എന്നാൽ ജയിലിൽ നിന്ന് മരണപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പോലീസിൻ്റെ അധീനതയിൽ മരണപ്പെട്ട ആളുകളുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെയും
മജിസ്ട്രേറ്റാണ് നിർവഹിക്കുക. മജിസ്ട്രേറ്റ് നിർവഹിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മനുഷ്യാവകാശ കമ്മീഷന് ഫുൾ വീഡിയോ ആയി അയച്ചു കൊടുക്കണം. സാധാരണ തലയോട്ടി പൊളിച്ച് ഹൃദയഭാഗം കീറി ആ രീതിയിലാണ് ചെയ്യാറുള്ളതെങ്കിൽ പോലീസിൻ്റെ അധീനതയിൽ മരണപ്പെട്ടവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ബ്ലേഡ് വെച്ച് മുറിക്കും. കാരണം എവിടെയെങ്കിലും ബ്ലഡ് കോട്ടിംഗ് ഉണ്ടോ, മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള കേസുകളും നമ്മുടെ മുന്നിലേക്ക് ധാരാളം വരാറുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ ജയിലിൽ നിന്ന് മരണപ്പെട്ടത് അവരുടെ നാട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയി മറവെയ്യാണ് ചെയ്യുക. അപ്പോൾ അന്ന് അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, നിങ്ങളൊരു നിലക്കും നമ്മുടെ നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരരുത്, ഇവിടെ മറവ് ചെയ്യരുത്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു കേസിൽപ്പെട്ടിട്ട് ജയിലിലായതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ മറവെയ്യുക, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ വലിയ സ്വന്തം കുടുംബക്കാർ പോലും ആ നിലയിൽ പറഞ്ഞത് ഓർമ്മ വരികയാണ്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, നമ്മൾ എന്തായാലും അവിടെ വന്ന് മറവ് ചെയ്യും, കാരണം നിങ്ങളുടെ മഹലിലാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അതിസങ്കീർണമായ പ്രശ്നം ഉണ്ടാവുന്നത് കണ്ടപ്പോൾ പിന്നെ അവിടുന്ന് ആരും മെഡിക്കൽ കോളേജിലേക്ക് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരോ ആരും അങ്ങോട്ടേക്ക് കടന്നു വരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് പ്രായം ചെന്ന ഉമ്മ അവിടത്തേക്ക് വരികയും പോസ്റ്റ്മോർട്ടം ചെയ്ത് കിടക്കുന്ന ശരീരത്തിലേക്ക് തുരുതുരാ ചുംബനം നൽകിയിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ നേതൃത്വത്തിൽ മയ്യത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്കാഗ്രഹമുണ്ടെങ്കിലും മറ്റുള്ളവരൊക്കെ തടസ്സം നിൽക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു സ്ഥലത്ത് മറവ് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞത് ഓർമ്മയിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ജയിൽ കേസുകളും അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ധാരാളം ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബിൽഡിങ്ങിൽ നിന്ന് വീണും അതുപോലെ അറ്റാക്ക് സംഭവിച്ചു മറ്റൊക്കെ ധാരാളം മരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ അന്യസംസ്ഥാന തൊഴിലാളി ഒരു പക്ഷേ അവരുടെ മയ്യത്ത് നമ്മുടെ നാട്ടിൽ തന്നെ മറവ് ചെയ്യും. ചിലത് കൊൽക്കത്തയിലേക്കും മറ്റുമൊക്കെ കൊണ്ടുപോകേണ്ടി വരും. നമ്മുടെ സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ എത്രയോ മയ്യത്തുകൾ അങ്ങനെ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ മറവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ രീതിയിലും നമ്മൾ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. കൊലപാതകത്തിലൂടെയുള്ള മരണങ്ങൾ നമുക്കറിയാം, മെഡിക്കൽ കോളേജ് ആകുമ്പോൾ അങ്ങനെയുള്ള കേസുകളാണ് കൂടുതൽ വരിക. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കൊലപാതകത്തിൽ ഉമ്മാനെയും ഭാര്യയെയും കൊന്നു, ഭാര്യൻ്റെ ഉമ്മാനെയും കൊന്നു, രണ്ടു പേരെയും. അതിൽ ഭാര്യ ഏകദേശം 32 പീസാകുന്ന രീതിയിലാണ് കൊല ചെയ്യപ്പെട്ടത്. നമ്മുടെ പെരിയാരം മെഡിക്കൽ കോളേജ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കഴിഞ്ഞ് ആ ഇൻക്വസ്റ്റ് നടപടികൾക്കും ലേഡീസിൻ്റെ ഇതുപോലെയുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നെ ലേഡീസ് വളണ്ടിയേഴ്സ് തന്നെയാണ്, സാന്ത്വന വളണ്ടിയേഴ്സ് തന്നെയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് സഹായിക്കുക. കണ്ണൂർ ജില്ലയിലെ ഏത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടിയും പരിയാരത്തേക്ക് വരുമ്പോൾ പോലീസുകാർ നമ്മുടെ സാന്ത്വനത്തെ നമ്മെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്. ഇൻക്വസ്റ്റിന് വേണ്ടി നിങ്ങളുടെ ലേഡീസ് വളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട് എന്ന രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കേസും നമ്മുടെ വളണ്ടിയേഴ്സ് അതിന് സജ്ജമാണ്. പ്രത്യേകിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് 40 ലേഡീസ് വളണ്ടിയേഴ്സ് 24 മണിക്കൂറും ഇങ്ങനെയുള്ള ഏത് കേസ് വന്നാലും അവർ സജ്ജമായി നിൽക്കുകയാണ്. അതുപോലെ ജെൻസ് വളണ്ടിയേഴ്സും വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചും നമ്മുടെ സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ ആ രീതിയിൽ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ മയ്യത്തുകൾ നമ്മുടെ സാന്ത്വനത്തിൽ വന്ന് ഈ 2 മരണങ്ങൾ സംഭവിച്ചപ്പോൾ ഒന്നിച്ച് തന്നെ നമ്മുടെ മയ്യത്ത് പരിപാലന കേന്ദ്രത്തിൽ സാന്ത്വനത്തിൽ വെച്ച് അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചത് ഓർക്കുകയാണ്. അതുപോലെ അഴുകിയ കേസ്, ഇതിൻ്റെ ഇടയിൽ കാമുകൻ കാമുകിയെ വീട്ടിൽ പൂട്ടിയിട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വീട് കുത്തി തുറന്ന്, കാരണം ആരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവസാനം തുറന്നപ്പോൾ എത്രയോ ദിവസം കഴിഞ്ഞ ബോഡിയാണ് ലഭിക്കുന്നത്. പരിയാരത്തേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സർജൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ ബോഡി സാന്ത്വനത്തിലേക്ക് എടുക്കുമ്പോൾ കാരണം വല്ലാതെ അഴുകിയ ബോഡിയാണ്. അപ്പോൾ നിങ്ങളുടെ വളണ്ടിയേഴ്സിനെ നമ്മുടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പിറകു വശത്തേക്ക് അവിടത്തേക്ക് എത്തിച്ചാൽ അവിടുന്ന് തന്നെ അവർ കർമ്മങ്ങൾ നിർവഹിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ പറഞ്ഞ പ്രകാരം നമ്മുടെ വളണ്ടിയേഴ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ കേന്ദ്രത്തിലേക്ക് പോവുകയും അവിടുന്ന് തന്നെ കർമ്മങ്ങൾ ചെയ്ത് തിരിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ ഇപ്പോൾ പുഴയിൽ വീണ് ദിവസങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന ബോഡികൾ ഉണ്ടാകും. അതുപോലെ ആത്മഹത്യ ചെയ്തിട്ട് 27 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയ ബോഡി നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഏത് മരണങ്ങൾ സംഭവിക്കും. അതുപോലെ ആക്സിഡൻറ്റ് കേസുകൾ, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ട്രെയിൻ മുട്ടിയിട്ട് 25 പീസായ ബോഡി നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് തലയോട്ടി ഇളകി കുളിപ്പിക്കുന്നവരുടെ കയ്യിലേക്ക് വന്നത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ
നമ്മുടെ സാന്ത്വന വളണ്ടിയേഴ്സ് അത് വളരെ കൃത്യമായി ഏറ്റെടുത്ത് എങ്ങനെയാണോ അതിൻ്റെ നമുക്കറിയാം കൊറോണ ടൈമിൽ പരിയാർ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് 500-ലേറെ മയ്യത്തുകൾ നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമ്മുടെ സാന്ത്വന വളണ്ടിയേഴ്സ് ഈ മയ്യത്തുകൾ മറവ് ചെയ്യുന്നതിനും അതുപോലെ മറ്റ് രോഗികളെ പരിചരിക്കുന്നതിനു വേണ്ടിയും സജീവമായി ഓടിയത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മരണകർമ്മങ്ങൾ മാത്രമല്ല, രോഗികളുമായി ബന്ധപ്പെട്ട് അവർക്കാവശ്യമായ സഹായങ്ങൾ. ഒരു പ്രാവശ്യം വെന്റിലേറ്ററിലല്ല ICUവിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഒരിലയിൽ ഒരു രോഗിയെ കടത്തിയിരിക്കുകയാണ്. അതിന് തൊലിയൊക്കെ ഉരുകിപ്പോയിട്ടാണുള്ളത്. അപ്പോൾ അത് അന്വേഷിച്ച സമയത്ത് ഒരന്യസംസ്ഥാന തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാളും ഇല്ല. പക്ഷേ 2.5 ലക്ഷം രൂപയുടെ 5 ഡോസ് ഇഞ്ചക്ഷൻ അദ്ദേഹത്തിന് നൽകണം. ഒരാനുകൂല്യവും ലഭിക്കുന്ന സാഹചര്യം അദ്ദേഹത്തിനിക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർബന്ധമായും ഈ 5 ഡോസ് മെഡിസിൻ ഇഞ്ചക്ഷൻ അദ്ദേഹത്തിന് കൊടുക്കണം. അവിടുന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ 4 ഡോസിൻ്റെ ഡോക്ടേഴ്സിനോട് മറ്റുമൊക്കെ സംസാരിച്ച് അവരിൽ നിന്ന് 4 ഡോസിൻ്റെ സംഖ്യ കളക്ട് ചെയ്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഒന്ന് തൊട്ടടുത്ത പള്ളിയിൽ പോയി സംസാരിച്ച് അതിലേക്ക് ആവശ്യമായ 50,000 രൂപ ശേഖരിച്ച് 5 ഡോസ് മെഡിസിനും അദ്ദേഹത്തിന് നൽകാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതുപോലെ ഒരു പ്രാവശ്യം ICUവിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കുടുംബക്കാരൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് എയ്ഡ്സ് രോഗമാണ്, നിങ്ങൾക്ക് സംസം കൊടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ ഒരു രോഗത്തിലൂടെ കേവലം സംസം കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം നൽകിയാൽ അതിലൂടെ രോഗം പടരുമെന്ന് തെറ്റായ ധാരണയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി അദ്ദേഹത്തിന് സംസം കൊടുത്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ മരണഘട്ടത്തിലുള്ള പരിചരണവും അതുപോലെ മരണശേഷവുമുള്ള അതിൻ്റെ കർമ്മങ്ങളും രോഗികൾക്കാവശ്യമായ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇതിലൂടെ കിട്ടുന്ന ധാരാളം റിസൾട്ടുകളുണ്ട്. എത്രയോ പൊട്ടിക്കരഞ്ഞ് സന്തോഷം അറിയിച്ച എല്ലാ വിഭാഗത്തിലെ ജനങ്ങളും ഇപ്പോൾ നമ്മുടെ പരിയാരത്ത് ഡോർമെട്രി ഉപയോഗിക്കുന്ന എല്ലാ ദിവസവും ഫുള്ളാണ്. രോഗികളുടെ കൂട്ടിരിപ്പുകാർ അവിടത്തേക്ക് നമുക്കറിയാം മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഇപ്പോൾ പരിയാരം മെഡിക്കൽ 2000-3000 ഇടയിൽ ഒരു ദിവസമുണ്ട്. ഈ 2000-3000 OPക്ക് 90% സാധുക്കളായ രോഗികളാണ് അവിടത്തേക്ക് കടന്നു വരുന്നത്. ഞാൻ ഓർക്കാണ്, ഒരു ദിവസം രാത്രി 1 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, കാസർഗോഡ് ഭാഗത്തുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഉമ്മ 2 മാസം 3 മാസം ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടുന്ന് മരണപ്പെട്ടു പോയി എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഉടനെ വൈഫിനോട് പറഞ്ഞു ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്, അത് ഉടനെ പരിയാരത്തേക്ക് പോകണം, അതിൻ്റെ വളണ്ടിയേഴ്സിനെ സജ്ജാക്കണം. അങ്ങനെ വളണ്ടിയേഴ്സിനെ രാത്രി 2-2:30 മണിയാവുമ്പോഴേക്ക് മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞു, നിസ്കാരത്തിന് വേണ്ടി വിട്ടു തന്നു. അപ്പോൾ തന്ന സമയത്ത് ഈ ഉമ്മാൻ്റെ കൂടി മകൻ മാത്രമേ ഉള്ളൂ, വേറൊരു കുടുംബക്കാരുമില്ല. അവസാനം നിസ്കരിക്കാൻ വേണ്ടി നോക്കും, ഈ മകനെ കാണുന്നില്ല. നമ്മൾ ചോദിച്ചു എവിടെയാണ് ഇവൻ പോയത്. അവസാനം ആരടുത്തും ഡോർമെട്രിയിൽ താമസിച്ച ചെറുപ്പക്കാരനാണ്. അപ്പോൾ അതിൻ്റെ ബുക്ക് പരിശോധിച്ചപ്പോൾ അതിൽ നമ്പറുണ്ട്. കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലാണുള്ളത്. ഹോസ്പിറ്റലിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല, അവിടുന്ന് മരണപ്പെട്ട് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ പിന്നെന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് ചെറുപ്പക്കാരൻ. ഉടനെ അദ്ദേഹം നമ്മുടെ സാന്ത്വന കേന്ദ്രത്തിലേക്ക് വരുന്നത് വലിയൊരു ഭാണ്ഡ കെട്ടുമായിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് സാധനം. അപ്പോൾ ഉടനെ അവിടെ ഇറക്കി വെച്ച് നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ തുറന്ന് കാണിച്ചെന്നു ഒരുപാട് ചെരുപ്പുകളായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ചെരുപ്പുകൾ എന്താണ്. അപ്പോൾ ഉടനെ ഈ ചെറുപ്പക്കാരൻ സങ്കടപ്പെട്ട് പറയാണ്, ഉസ്താദെ ഞാൻ ഗൾഫിൽ ചെറിയ ജോലിയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാനെ പരിചരിക്കണം, ഗൾഫിലുള്ള ജോലി ഞാൻ നിർത്തിവെച്ചു, പക്ഷേ ഉമ്മാൻ്റെ കൂടെ നിൽക്കാൻ മറ്റൊരാളും ഇല്ല. അപ്പോൾ ഉമ്മാക്ക് ചായ വാങ്ങിക്കൊടുക്കണം, മരുന്ന് വാങ്ങിക്കൊടുക്കണം, ഞാൻ ആരോടും എൻ്റെ സങ്കടം പറഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിൽ 1 രൂപയില്ല, നിങ്ങളുടെ SYSൻ്റെ ഈ ഡോർമെട്രി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോയി. പക്ഷെ ഉമ്മാക്ക് മെഡിസിനും അതുപോലെ ചായയൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തളിപ്പറമ്പിൽ ഒരു കടയിൽ പോയി ചെരുപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് ഉമ്മാനെ ഞാൻ പരിചരിക്കും. കിട്ടുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു മൂലയിൽ ഞാൻ ഈ ചെരുപ്പുകൾ വിറ്റ് അതിൽ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇതുവരെ ഉമ്മാനെ പരിചരിച്ചത് എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എത്രയോ 90%-ലധികവും പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ സാധുക്കളായ ആളുകളാണ് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് വയനാടിൽ നിന്നും കാസർഗോഡിൽ നിന്നും കണ്ണൂരിൽ നിന്നും കൊടകിൽ നിന്ന് വരെ രോഗികൾ അങ്ങോട്ടേക്ക് വരാറുണ്ട്.
അപ്പോൾ അവർക്ക് ഡോർമെട്രി ചെയ്തു, അതുപോലെ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തും പരിശുദ്ധമായ റമളാനു ഷരീഫിൽ 1000-ഓളം ആളുകൾക്ക് നമ്മുടെ നേതൃത്വത്തിൽ, സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ, അൽമക്കറിൻ്റെ നേതൃത്വത്തിൽ ഇഫ്താർ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള രോഗികൾക്ക് അതുപോലെ പ്രയാസപ്പെടുന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾ, അവരുടെ സന്തോഷം അറിയിച്ചുകൊണ്ടുള്ള വാക്കുകൾ പലപ്പോഴും ആസ്വദിക്കുകയുണ്ടായി. ഞാൻ ഓർക്കുകയാണ്, ഒരു പ്രാവശ്യം പ്രായമുള്ള ഒരു ഉമ്മാമ, ആ ഉമ്മാമ ക്യാൻസർ ബാധിച്ച് മുഖഭാവത്തൊക്കെ മുഴുവനും മുറിച്ച് മാറ്റിയിട്ടാണുള്ളത്. അദ്ദേഹത്തിനൊരു മകൾ, ആ മകളും 8 കൊല്ലമായി കിടപ്പിൽ, പരിചരിക്കാൻ ആരുമില്ല. അപ്പോൾ ആ വീട്ടിലേക്ക് ഞാൻ കുടുംബത്തെ കൂട്ടി വീട്ടിലേക്ക് പോയി. അങ്ങനെ ആവശ്യമായ പരിചരണം കൊടുത്തു. ഈ ഉമ്മാമാക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഡോക്ടേഴ്സൊക്കെ കൈവിട്ടിട്ടാണുള്ളത്, വീട്ടിലാണുള്ളത്. കാരണം മുഴുവനും ബാൻഡേജ് ചെയ്ത് മുഖഭാവമൊക്കെ കെട്ടിയിട്ടാണുള്ളത്. അപ്പോൾ മൂക്കിലൂടെ പൈപ്പിട്ടാണ് വെള്ളവും മറ്റുമൊക്കെ കൊടുക്കുന്നത്. സംസാരിക്കാൻ സാധ്യമല്ല. ഇപ്പുറത്ത് മകൾ കിടക്കുന്നു, ഉമ്മാം ഇവിടെയും കിടക്കുന്നു. അങ്ങനെ അവസാനം ഈ ഉമ്മാമാക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഒന്നും സംസാരിക്കാൻ സാധ്യമല്ല. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് കൈകൊണ്ടിങ്ങനെ ഇഷാറത്താക്കി, എന്ന് പറഞ്ഞാൽ എഴുതാൻ പേന വേണമെന്നുള്ളത്. അപ്പോൾ പേന എടുത്തു കൊടുത്തു. പിന്നെ പേപ്പർ കാണിച്ചു, പേപ്പർ എടുത്തു കൊടുത്തു. ആ ഒരു ഘട്ടത്തിൽ ഉമ്മാമ അതിലെഴുതിയ ചില വാക്കുകളുണ്ട്, താങ്ങിപ്പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ആ ഉമ്മാമ ആ പേപ്പറിലേക്ക് എഴുതി. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാന്ത്വന പ്രവർത്തകന്മാരെ അല്ലാഹു തആല സ്വർഗത്തിൽ കടത്തട്ടെ എന്നുള്ള വാക്കുകൾ, അത് മതിയാകും നമുക്ക്. ഒരു പക്ഷേ നമ്മുടെ ആയുസ് കാലം മുഴുവൻ, അല്ലെങ്കിൽ 1000 വർഷത്തിലേറെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കണ്ടമിടറിയിട്ടുള്ള, മനസ്സ് പൊട്ടിയിട്ടുള്ള അങ്ങനെ എത്രയോ പ്രാർത്ഥനകൾ. ആ പേപ്പർ എത്രയോ കാലം എൻ്റെ കീശയിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, ആ ഉമ്മാമ പിന്നെ തൊട്ടടുത്താഴ്ച തന്നെ മരണപ്പെടുകയുണ്ടായി, മകളും മരണപ്പെടുകയുണ്ടായി. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെ എത്രയോ നിഷ്കളങ്കരായ ആളുകളുടെ പ്രാർത്ഥനയാണ് തീർച്ചയായും ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്.